പുരാതനമായ ചേപ്പാട് ദേവാലയത്തിന്റെ മുന്നിൽ ബാക്കിയുണ്ടായിരുന്ന കുരിശ് കൂടി പൊളിച്ചു. വികാരിയെ അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ മാസം 1000-ലധികം വർഷം പഴക്കമുള്ള ഈ കൽക്കുരിശിന്റെ കുറച്ചു ഭാഗം പൊളിച്ചു മാറ്റിയിരുന്നു. പോലീസിന്റെ സംരക്ഷണയിൽ ദേശീയപാത ഉദ്യോഗസ്ഥരാണ് ബുൾഡോസർ കൊണ്ടുവന്ന് പൊളിച്ചു നീക്കിയത്. വിശ്വാസികളുടെ പ്രതിഷേധത്തെ തുടർന്ന് പകുതി മാത്രം പൊളിച്ചിട്ട് നിർത്തിവെച്ചിരുന്നു. കോടതിയിൽ മുന്നേ തന്നെ കേസ് നടക്കുന്നുണ്ടായിരുന്നു. കേസിൽ തീർപ്പുണ്ടാക്കാതെയാണ് പൊളിച്ചുമാറ്റൽ നാടകം നടത്തിയത്. വിശ്വാസികളുടെ ശക്തമായ പ്രതിഷേധത്തെ തുടർന്നാണ് പൊളിച്ചുമാറ്റൽ നിർത്തിവെച്ചത്. ഒരു പ്രകോപനവുമില്ലാതെ കോടതിയിൽ കേസ് നടക്കുമ്പോഴാണ് ഇന്ന് രാവിലെ വന്ന് വീണ്ടും പോലീസ് സംരക്ഷണയിൽ കൽക്കുരിശിന്റെ ബാക്കി ഭാഗം കൂടി പൊളിച്ചു നീക്കിയത്. ഇപ്പോൾ നടക്കുന്ന അയ്യപ്പന്റെ സ്വർണ്ണപ്പാളി മോഷണം മറയ്ക്കാൻ ജനശ്രദ്ധ തിരിച്ചുവിടാൻ കണ്ടുപിടിച്ച ഒരു മാർഗം. ഇന്ന് രാവിലെ നടന്നത് നിയമലംഘനവും വെല്ലുവിളിയും അതിക്രമവും തെമ്മാടിത്തരവുമാണ്. ഒരു മുന്നറിയിപ്പുമില്ലാതെയാണ് ബുൾഡോസറുമായി വന്ന് പോലീസ് സംരക്ഷണയിൽ 100 വർഷത്തിനപ്പുറം പഴക്കമുള്ള കുരിശ് പൊളിച്ചത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നിർദ്ദേശപ്രകാരം ദേശീയപാത അതോറിറ്റി കോടിക്കണക്കിന് രൂപ മുടക്കി 490 മീറ്റർ എലിവേറ്റഡ് ഹൈവേ നിർമ്മിച്ചത് വികസനം തടസ്സപ്പെടാതെ തന്നെ പുരാതനമായ ചേപ്പാട് പള്ളി സംരക്ഷിക്കാനാണ്. കുരിശ് പൊളിക്കുന്നത് തടയാൻ ചെന്ന അസിസ്റ്റന്റ് വികാരി ഫാദർ ലിനു തോമസിനെ ബലപ്രയോഗം നടത്തി അറസ്റ്റ് ചെയ്തു. തീർന്നുവെന്ന് മനുഷ്യൻ പറഞ്ഞെടുത്തു നിന്ന് ദൈവിക കരം പിടിച്ച് ഈ സഭയെ ഫിനിക്സ് പക്ഷിയെ പോലെ ഉയർത്തിക്കൊണ്ടുവന്ന ചേപ്പാട് ദിവന്യാസോസ് 4-ന്റെ മണ്ണാണിത്. വികസനത്തിന് ചേപ്പാട് പള്ളിയോ മലങ്കര സഭയോ എതിരല്ല. ആരെയും അറിയിക്കാതെ മുൻകൂറായി നോട്ടീസോ രേഖയോ ഒന്നും നൽകാതെ കൽക്കുരിശ് പൊളിച്ചു കളയുന്നതിനുള്ള താല്പര്യം ആരുടേതാണ്? കോടതിയിൽ കേസ് കിടക്കുമ്പോൾ ഇങ്ങനെ ഒരു അതിക്രമം നടത്തുന്നത് കോടതിയോടുള്ള വെല്ലുവിളിയല്ലേ? നൂറ്റാണ്ടുകൾ പഴക്കമുള്ള തീർത്ഥാടന കേന്ദ്രമായ ചേപ്പാട് സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയുടെ കൽക്കുരിശ് വികസനത്തിന്റെ പേരിൽ കോടതിയിൽ കേസ് പരിഗണിക്കാനിരിക്കെ നശിപ്പിച്ച് കളയാനുള്ള ക്രൂരബുദ്ധി ആരുടേതാണ്? ഉറപ്പുകൾ അട്ടിമറിക്കപ്പെടണമെന്ന ഉദ്ദേശം ആർക്കുള്ളതാണ്? ചേപ്പാട് പള്ളിയും നാഷണൽ അതോറിറ്റി ഓഫ് ഇന്ത്യയുമായുള്ള കേസ് നിലവിൽ കോടതിയിലുണ്ട്. അത് തീർപ്പാക്കാതെയാണ് ഈ തെമ്മാടിത്തരം വീണ്ടും കാണിച്ചത്. അതിന്റെ പ്രത്യാഘാതം വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ബോധ്യമാകും. ഒരു സംശയവുമില്ല. രാഷ്ട്രീയം എന്തുമായിക്കൊള്ളട്ടെ, എന്റെ സഭയാണ് എനിക്ക് വലുത്, അതായിരിക്കണം ഓരോ നസ്രാണിയുടെയും മുദ്രാവാക്യം.